മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മുത്തുനബിയോട് എത്രമാത്രം സ്നേഹമുണ്ടായിരുന്നു, എത്രമാത്രം മഹബത്തുണ്ടായിരുന്നു. അവരെ മാത്രം പഠിച്ചാൽ തന്നെ നമ്മുടെ ഈമാൻ വർദ്ധിക്കും. അള്ളാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. ഇനി നോക്കൂ, നിങ്ങൾ മഹാനവറുകളെ പറയുമ്പോ പ്രവർത്തകരാകുന്ന നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. മഹാനവറുകൾ ഇസ്ലാമിലേക്ക് വന്ന് 10 ദിവസമായിട്ടില്ല, വളരെ കുറഞ്ഞ ദിവസമായിട്ടുള്ളൂ. അപ്പോഴേക്ക് മഹാനവറുകൾ ഇസ്ലാമിലേക്ക് 6 ആളുകളെയാണ് മെമ്പർഷിപ്പ് കൊടുത്ത് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത്. 6 ആളുകൾ എന്ന് പറഞ്ഞാൽ വയന്നോവർ ആളുകളല്ല. بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم مولاي ഉസ്മാൻ, ത്വൽഹ, സുബൈർ, സഅദ്, അബ്ദുറഹ്മാൻ, അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹും ഈ അശ്റത്തുൽ മുബശ്ശർ, സ്വർഗം കൊണ്ട് സന്തോഷം അറിയിക്കപ്പെട്ട 10 ആളുകളിൽ 6 ആളുകളെയും ചിലറക്കാരല്ലോ 10 ദിവസം കൊണ്ട് മെമ്പർഷിപ്പ് കൊടുത്ത് ചേർത്തിയതാണ്. പിന്നെ ഒരാൾ സിദ്ദീഖ് റളിയല്ലാഹു അയാളായല്ലോ, ബാക്കി 3 ആളല്ലേ ഇതിലില്ലാത്തുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ഒരു പ്രവർത്തകനെ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ഈ ഒരു ഉറച്ച വിശ്വാസ, ഈ ആദർശ പ്രസ്ഥാനത്തിൽ നമ്മൾ എത്ര ആളുകളെ കൊണ്ടുവന്നു? നമ്മൾ ആകെ ചെയ്ത പണി കുറച്ച് ഫിത്തന ഉണ്ടാക്കിയിട്ടുള്ള പ്രവർത്തകരും പോയി എന്നല്ലാതെ നമ്മളെ കൊണ്ട് ആരെങ്കിലും ഇങ്ങോട്ട് വന്ന ചരിത്രമുണ്ടോ? ഉണ്ടെങ്കിൽ ഫലില്ലാഹിൽ ഹംദ്. എന്നാ ഇനി ആരും വരണ്ട, ഒരാളും എന്റെ വാക്കുകൊണ്ട് പ്രസ്ഥാനത്തിൽ നിന്ന് പോകാൻ പാടില്ല. അങ്ങനെ ഒരു ഗുണമെങ്കിലും പ്രസ്ഥാനത്തിനോട് ചെയ്തൂടെ? സുന്നത്ത് ജമാഅത്തിനോട് ചെയ്തൂടെ? എന്റെ വാക്കുകൊണ്ട് ആ പ്രവർത്തകൻ നമ്മുടെ പ്രസ്ഥാനത്തിൽ നിന്ന്, ഈ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തിൽ നിന്ന് ആ കുട്ടി പോകാൻ കാരണം, അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ പോകാൻ കാരണം, അല്ലെങ്കിൽ ആ പ്രവർത്തകൻ നഷ്ടപ്പെടാൻ കാരണം ഇന്ന ആളുടെ സമീപനം കൊണ്ടാണ് എന്ന് നമ്മളെ പറ്റി ആർക്കെങ്കിലും, നമ്മളെ ഏതെങ്കിലും ആളെ പറ്റി പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്ര വലിയ നഷ്ടം വേറെ ഇല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പരിഗണന അവർക്കുണ്ടാവില്ല. മഹാനവറുകൾ ചെയ്തത് ഇസ്ലാമിലേക്ക് വന്ന് 10 ദിവസം തികയുമ്പോഴേക്ക് ഈ പ്രഗത്ഭരായ 6 ആളുകളെയാണ് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത്.